ആരോ ഇതിന്റെ പിന്നിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന്. അതെന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ ബലഹീനരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കരുത്തുണ്ടെന്ന് നമുക്ക് തെളിയിക്കണം. പൂജാമുറിയിലെ ദൈവത്തിന്റെ അടുത്ത് സംസാരിക്കാൻ പോലെയാ ഇവിടെ എല്ലാവരും ചേച്ചിയോട് സംസാരിക്കുന്ന. പക്ഷെ ചേച്ചി കൂടെ തന്നെ ഉണ്ടെന്നുള്ള തോന്നല എനിക്ക്. എന്തെങ്കിലും ഒരു വഴി കാട്ടുത്ത എനിക്ക്. മീരമോളുടെ മനസ്സ് മാറ്റി ഗൗതമിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കും. രാജേശ്വരി എന്തിനാ കരയുന്നേ? പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ മീരമ്മളുടെ കാര്യം രാധികേച്ചി ചോദിച്ചതുപോലെ എനിക്ക് തോന്നി. ഒക്കെ എന്റെ വെറും തോന്നലാവാം. എന്താ ഇത്? രാധികേച്ചി എന്ത് പറഞ്ഞതുപോലെയാ തോന്നിയത്? മീരമ്മളുടെ ഇഷ്ടപ്പെട്ട കല്യാണം എന്താ നടത്തി കൊടുക്കാത്തെന്ന് ചോദിച്ചതുപോലെ എനിക്ക് തോന്നിയത്. അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ദേവേട്ടനും സമ്മതിച്ചു. മീരയ്ക്ക് മനസ്സിന് പിടിച്ചൊരു പയ്യനെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നടക്കാത്ത കാര്യ യമുന പറയുന്നത്. നടക്കും രാജേശ്വരി. രണ്ടുപേരുടെയും കല്യാണം ഒന്നിച്ച് നടത്തണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ മീര അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ നടത്തുന്നത് അവളുടെ അച്ഛന് ഇഷ്ടപ്പെടില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചു. പക്ഷേ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല രാജേശ്വരി. പ്രീതിയുടെ കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ മീരയുടെ കല്യാണവും നമുക്ക് നടത്താം. ഇത് ദേവേട്ടന്റെ വാക്കാ. നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. മീരമോളെ എല്ലാരെയും ചതിക്കുക. ചതിയോ? മീരയെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? എന്റെ മോളെ പറ്റി തന്നെയാ. അവളുടെ ഡയറിയിൽ എന്താ എഴുതിയിരുന്നെന്ന് യമുനയ്ക്ക് അറിയൂ? വായിക്കാൻ പറ്റിയില്ല. പക്ഷെ അവളുടെ അച്ഛനെ കുറിച്ചുള്ള കവിതയാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ എഴുതിയ വരികളൊക്കെ കവിത തന്നെയാ. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെക്കുറിച്ചാ. അവൾക്ക് എന്താണോ കിട്ടാതെ പോയത് അതിനെക്കുറിച്ച്. അവൾക്ക് കിട്ടാതെ പോയത് അച്ഛന്റെ സ്നേഹമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛനെ കുറിച്ചുള്ള കവിതയാണെന്ന്. നമ്മളത് ദേവേട്ടനെ കാട്ടി അവളുടെ മനസ്സിലുള്ള സ്നേഹം തുറന്നു പറയുമെന്ന് പേടിച്ചിട്ടാ അവളത് വായിക്കാൻ സമ്മതിക്കാത്തത്. രാജേശ്വരി അത് വായിച്ചെങ്കിൽ എന്നോട് പറ, എന്തൊക്കെയാ മീര അതിൽ എഴുതിയതെന്ന്. മീര അത് മറച്ചു വെച്ചോട്ടെ. രാജേശ്വരി എന്തിനാ എന്റെ അടുത്തുനിന്ന് അത് ഒളിക്കുന്നത്? മീരയ്ക്ക് നല്ലത് വരണമെന്ന് രാജേശ്വരി മാത്രമല്ലല്ലോ ആഗ്രഹിക്കുന്നത്, ഞാനും കൂടിയില്ലേ? പറയ് രാജേശ്വരി. രാജേശ്വരിക്ക് ഇത്രയേറെ ടെൻഷൻ ഉണ്ടാക്കുന്ന എന്ത് കാര്യവും അതിലുള്ളത്? ധർമ്മസങ്കടത്തിലായി യമുനെ ഞാൻ. പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന അവസ്ഥയില്. പക്ഷെ ഇനിയും അത് ഒളിച്ചു വെക്കാൻ എന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല. എല്ലാം പറയാം ഞാൻ. നീ എവിടെയാ? ഒരു 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നീ ഇവിടെ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ?
ഞങ്ങള് മീരമോളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് എന്തിനാ വെറുതെ സമയം കളയുന്നേ? ഒരു 100 കൂട്ടം പണിയുണ്ട്. നീ ഒന്ന് വന്നേ. വരാനല്ലേ പറഞ്ഞേ? വായമന. ചിറ്റേ, കേട്ടില്ലേ പറഞ്ഞത്? നിന്നെ പറ്റി സംസാരിക്കുന്നത് അനാവശ്യമാണെന്ന്. നീയോ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി ഗൗതമിനെ തന്നെ വേണ്ടെന്ന് വെച്ചില്ലേ? എല്ലാം തുറന്നു പറയാൻ തയ്യാറായ എന്റെ വായ നീ അടച്ചുപൂട്ടി. ഇങ്ങനെ ഈ വീട്ടിൽ വായ മൂടിക്കെട്ടി കഴിഞ്ഞുകൂടാൻ എനിക്ക് വയ്യ മീരെ. താങ്ങാൻ പറ്റുന്നില്ല. ഒക്കെ മനസ്സിലായപ്പോ നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ച അവസ്ഥയിലെ ഞാൻ ശ്വാസം മുട്ടുന്ന പോലെ. അപ്പോ നിന്റെ അവസ്ഥ എന്തായിരിക്കും? പറയുന്നൊന്ന് കേക്ക്. നമുക്കിത് പറയാം മോളെ. മീര, മീര, നിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. രാജേശ്വരിയുടെ സംസാരത്തിലും അത് വ്യക്തമാണ്. ഇല്ലമ്മേ, അമ്മ വെറുതെ ഓരോന്ന് സംശയിക്കുക. എപ്പോഴും എന്റെ മുഖത്ത് നോക്കി, എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന നീ കുറേ ദിവസങ്ങളായി എന്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. ഇല്ലമ്മേ, ഒന്നുമില്ല. ഇനി നീ ഒളിച്ചു കളിക്കണ്ട. രാജേശ്വരി എന്താ പറഞ്ഞെന്നറിയോ? നീ എല്ലാവരെയും ചതിക്കുവാണെന്ന്. ആ ചതി എന്താണെന്ന് എനിക്കിപ്പോ അറിയണം. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ശരി, നീ പറയണ്ട. രാജേശ്വരി എടുത്തു വായിച്ച ഡയറിയിലെ പേപ്പർ ഉണ്ടല്ലോ, ഞാൻ കാണാതിരിക്കാൻ നീ കീറിക്കളഞ്ഞത്, അതെനിക്ക് വായിക്കണം. എങ്ങിതാ. എവിടെയാ നീ അത് വെച്ചത്? എനിക്കിപ്പോ അത് വായിക്കണം. അമ്മേ, അത് ആ പേപ്പറ് എന്റെ കയ്യിലില്ലമ്മേ. ഇല്ലാതെ പിന്നെ എവിടെ പോയത്? അത് ഞാൻ കീറിക്കളഞ്ഞമ്മേ. എന്തിനാ കീറിക്കളഞ്ഞത്? അത് അമ്മേ, ഞാൻ സ്വകാര്യമായിട്ട് എഴുതുന്നത് വേറെ ആരും വായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ. നിർത്ത്. ഒരു കള്ളം സ്ഥാപിക്കാൻ പല കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നീ. രാജേശ്വരി അത് കാണിക്കാൻ എന്റെ അടുത്ത് വന്നപ്പോ തട്ടിപ്പറിച്ച് നീ ഓടിയത് രാജേശ്വരി പറഞ്ഞ ആ ചതി അതിലുള്ളതുകൊണ്ട്. ഇനി നീ ഒളിക്കാൻ ശ്രമിക്കണ്ട. അതിലെന്തോ രഹസ്യമുണ്ടെന്ന് നിന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. പറയൂ, എന്താ നീ അതിൽ എഴുതി വെച്ചിരുന്നത്? അമ്മ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയാനാ അമ്മേ? ഞാൻ നിന്റെ അമ്മയാ. കുഞ്ഞുനാള് മുതല് നിന്റെ ഓരോ ഭാവമാറ്റവും കണ്ടവളാ ഞാൻ. പ്രീതിയുടെ കല്യാണം ഉറപ്പിച്ചത് മുതൽ നിന്റെ മുഖത്ത് കാണുന്നത് ആദ്യം എന്തോ ആപത്ത് മുന്നിൽ കാണുന്നത് പോലെയുള്ള ആദി. അതിന്റെ കാരണം ഒന്ന് പറഞ്ഞേ നീ. ഇല്ലമ്മേ, ഞാൻ മുമ്പത്തെ പോലെ തന്നെയാ. ഒരു മാറ്റമില്ല എനിക്ക്. ഇപ്പോഴും നീ കള്ളം പറയുന്നത് അമ്മയോടാ. അമ്മ, പ്രീതിയുടെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നന്നായി നടക്കണമെന്നുള്ളൊരു ടെൻഷൻ, അത്രേ ഉള്ളൂ എനിക്ക്. പ്രീതിയുടെ കല്യാണത്തിന് എന്ത് തടസ്സം വരാൻ? അവര് ലവേഴ്സാണ്. അതും
രണ്ട് വീട്ടുകാരും കൂടി ഉറപ്പിച്ചു. ഇനി അതിൽ എന്ത് തടസ്സം വരാനാ? നിനക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും തടസ്സം ഈ കല്യാണത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കുന്നതും ചതിയല്ലേ? പറയ, നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? അമ്മേ, എത്ര വട്ടം പറഞ്ഞു ഒന്നുമില്ലാന്ന്? ഉണ്ട്. ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരി, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. എന്റെ അടുത്ത് നിന്ന് ഒന്നും ഒളിക്കുന്നില്ലെന്ന് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ. അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യ. വിശ്വസിക്കാം ഞാൻ. എന്താ അതും വയ്യേ? അപ്പോ നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. പ്രീതിയേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ചതിന് ഇതാണല്ലേ എനിക്ക് തിരിച്ചു തരുന്നത്? പറയണ്ട. പക്ഷെ നീ പറഞ്ഞില്ലെങ്കിലും അത് കണ്ടുപിടിക്കാൻ എന്റെ മുൻപിൽ വഴികളുണ്ട്. ഞാനത് കണ്ടുപിടിച്ചിരിക്കും. അപ്പോ എനിക്ക് നിനക്കും ഇടയിൽ എന്താ സംഭവിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും അമ്മയുടെ മുഖത്ത് നോക്കി ഇത്രയും നേരം കള്ളം പറഞ്ഞു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. നന്നായിട്ടുണ്ട്. മോളെ, മോളെ അപർണേ, മോളെ. ശരിടാ, ഈ കുട്ടി ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നേ ഇല്ലല്ലോ. മോളെ, ഈ 24 മണിക്കൂർ ഇങ്ങനെ മൊബൈൽ നോക്കി ഇരുന്നാലേ കണ്ണടിച്ചു പോവും. ഇങ്ങനെയാണോ കണ്ണടിച്ചു പോന്നെ? ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞനുസരിക്കും. എന്നോട് അത്രയ്ക്ക് ബഹുമാനവും സ്നേഹവുമാ. ആർക്ക്? ആർക്കാ? മഹാദേവൻ സാറിന്. മഹാദേവൻ സാറ് ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും. ആണോ? ആ. എങ്കിൽ കല്യാണത്തിന് ഇങ്ങനെ ലക്ഷങ്ങൾ വാരി അറിയാതെ സിമ്പിൾ ആയിട്ട് നടത്താൻ പറയട്ടാ. അതെന്തിന്? അതിന് ഒരു ആവശ്യവും ഇല്ല. കല്യാണം എന്നൊക്കെ പറഞ്ഞാ ജീവിതത്തിൽ ഒരു പ്രാവശ്യം വരൂ. പിന്നെ കാശ് നമ്മളല്ലല്ലോ, അവരല്ലേ ചെലവാക്കുന്നേ. ചേട്ടാ, ഈ കല്യാണത്തിന് മുമ്പേ മഹാദേവൻ സാറിനോട് പറഞ്ഞേ ഒരു കാര്യം സാധിച്ചെടുത്ത് തരാൻ പറ്റുമെങ്കിലേ ചേട്ടൻ എനിക്കതൊന്ന് സാധിച്ചു തരണം. ഒന്നല്ല 9 കാര്യം ഞാൻ ചെയ്തു തരും. എങ്കിലേ കല്യാണത്തിന് മുമ്പേ മീരെ മകളായിട്ട് അംഗീകരിക്കാനേ ചേട്ടൻ പറയണം. ചേട്ടാ, അതിലും വലിയൊരു പുണ്യം നമുക്ക് കിട്ടാനില്ല. നിനക്കെന്താ ഭാഗ്യം? തലക്ക് വെളിവില്ലാണ്ടായ? അതെന്താ അങ്ങനെ പറയുന്നേ? പെണ്ണേ, ഇങ്ങനൊരു കാര്യം പറഞ്ഞ അങ്ങേര് ചിലപ്പോ കല്യാണമേ വേണ്ടെന്ന് വെക്കും. ആ കുട്ടിയുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കി ചേട്ടാ. അച്ഛനെ മകളെ ഒന്നിപ്പിക്കാനേ ഇതുപോലൊരു സന്ദർഭം വേറെ വരാനില്ല. ആന്റി പറഞ്ഞത് നേരാ മാമ. മീര നല്ല കുട്ടിയാ. അവക്ക് വേണ്ടി ദേവൻ സാറിനോട് മാമനൊന്ന് സംസാരിക്കണം. അയ്യോ, അത് മാത്രം വേണ്ട മോളെ. രാശി കേട്ട അശ്രീകരം പിടിച്ച ആ പെണ്ണിന് വേണ്ടി സംസാരിച്ചാലേ എന്റെ വില പോകും. മതി നിർത്താൻ. അച്ഛൻ എന്തറിഞ്ഞിട്ടാ മീര രാശി കെട്ട പെണ്ണാണെന്ന് പറയുന്നേ? അയ്യോ, നീ എന്ത് കുരുവർത്ത വർത്താനായി പറയുന്നേ? അത് ഞാൻ പറഞ്ഞതല്ല, അവളുടെ പിതാമകൻ തന്നെ പറഞ്ഞതാ. ഞാൻ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ദേവൻ സാറിന് അതിനുള്ള അധികാരവും അവകാശം ഒക്കെ ഉണ്ട്. ഓക്കെ, മീരയെ കുറ്റം പറയാൻ അച്ഛൻ എന്താ അവകാശം ഉണ്ടെന്നാ ചോദിച്ചേ? എടാ മോനെ, നീ മീരയുടെ കാര്യത്തിൽ ഇടപെടുന്നത് നിന്റെ അമ്മായി അച്ഛനെ ഇഷ്ടപ്പെടൂലെന്ന്. അന്ന് നീ ഇവിടെ നോക്ക്, അവളുടെ കയ്യില് ഭസ്മം തൊട്ടില്ലേ? അങ്ങേർക്ക് അത് തീരെ പിടിച്ചിട്ടില്ല. അച്ഛാ, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല മീര. അവള് നല്ലവളാ, മറ്റാരെക്കാളും നല്ലവൾ. മുട്ടിനും എല്ലാരും കൂടി ഇങ്ങനെ മീരയെ കുറ്റം പറഞ്ഞ
ഈ കല്യാണമേ വേണ്ടെന്ന് വെക്കും ഞാൻ. ഇത് എന്തിനു പറയണേ? ഇതെന്റെ വാക്കാ. മോക്കൊത്തിരി ഇഷ്ടമല്ലേ ഐസ്ക്രീം? അതുകൊണ്ട് നിനക്ക് വേണ്ടി മാത്രം വാങ്ങിക്കൊണ്ട് വന്നതാ. ഇങ്ങോട്ട് അച്ഛൻ, ഞാൻ കഴിച്ചോളാം. അച്ഛന്റെ കൈ കൊണ്ട് തരുന്നത് നീ കഴിക്കുന്നത് കാണാനൊരാശ. ആ കഴിക്ക്, കുറച്ചുകൂടി. ഇത് കൊള്ളാലോ. കുഞ്ഞായിരുന്നപ്പോ ഇവൾക്ക് ഐസ്ക്രീം കോരി കൊടുത്തതുപോലെ തന്നെയാണല്ലോ ഇപ്പോഴും കൊടുക്കുന്ന. ഇവനെ, എനിക്ക് ഇവളെന്നും കുഞ്ഞു തന്നെയല്ലേ. ആ ആ 2 ദിവസം കഴിഞ്ഞ കല്യാണം ആ പെണ്ണിന്. അതൊക്കെ ദേവേട്ടനങ്ങ് മറന്നു. ഇവനെ, വേറൊരാളുടെ ഭാര്യയായാലും വേറൊരു കുടുംബത്തിലെ മരുമകളായാലും ഇവൾ എന്റെ കുഞ്ഞു തന്നെയായിരിക്കും. ദേവേട്ട, കണക്കില്ലാത്ത സ്നേഹം മനസ്സിൽ കൊണ്ട് നടന്ന ഇവളീ വീട്ടിൽ നിന്ന് പോകുമ്പോ ദേവേട്ടന് പിന്നെ അത് താങ്ങാൻ പറ്റാതെയാവും. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇവനെ. ഇവള് എന്നെ ഇട്ടിട്ട് പോയി എന്റെ അവസ്ഥ എന്താവും എനിക്കറിയില്ല. കാലത്തുണർന്ന് കണ്ണു തുറന്ന കണിയായി ഇവളെ കാണാൻ എന്നും എന്റെ ആശ. ഇവളിവിടുന്ന് പോയാലെന്താ? എവിടെയാണെങ്കിലും എനിക്ക് അങ്ങോട്ട് പോയി കണ്ടുകൂടെ? മനസ്സ് നിറച്ചെനിക്ക് കാണാലോ. പിന്നെ കല്യാണം, അതൊക്കെ സമയത്തിന് നടന്നല്ലേ മതിയാവും. ഓരോ ദിവസവും പ്രീതിമോളെ പ്രീതിമോളെ എന്ന് 100 വട്ടം വിളിക്കാറില്ലേ ഞാൻ? അച്ഛാന്ന് വിളി കേട്ടോണ്ട് ഓടി വരാറില്ലേ ഇവള്? ഇനിയിപ്പോ അങ്ങനെ വിളിക്കാൻ കഴിയില്ലല്ലോ. ചിലപ്പോ ഇവളിവിടെ ഇല്ലാത്ത ഓർക്കാതെ വിളിച്ചു പോകും ഞാൻ. ദേവേട്ട, ഇങ്ങനെ വിഷമിക്കല്ലേ. നമ്മുടെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ. അതെ, അതാ കാര്യം. എനിക്ക് സങ്കടമില്ല ഇവനെ, സന്തോഷം തന്നെയാ. എന്റെ മോൾ ആഗ്രഹിച്ചൊരു ജീവിതം ഒക്കെ കിട്ടാൻ പോവല്ലേ. ഐ ആം സോ ഹാപ്പി. ഐ ആം സോ ഹാപ്പി. ഒരു തരത്തിലുള്ള ആശങ്കയില്ല എനിക്ക്. എന്റെ മോളെ ഗൗതം പൊന്നുപോലെ നോക്കും. അവന്റെ മനസ്സ് നിറയെ സ്നേഹ, നന്മയാ. അവനെ ഓർത്ത് നിറഞ്ഞ അഭിമാനം എനിക്ക്. സ്നേഹം എന്താണെന്നും എങ്ങനെയാണെന്നും അവന്റെ അടുത്തുനിന്നാ പഠിക്കണ്ടേ. സ്നേഹം ത്യാഗമാണെന്ന് അവൻ എനിക്ക് മനസ്സിലാക്കി തന്നു. അത് നീയും പഠിക്കണം മോളെ. ജീവിതാവസാനം വരെ ഇന്നത്തെ സ്നേഹം കൈവിട്ടു പോകാതെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. വിട്ടുവീഴ്ചകൾ ചെയ്യണം. അതാണ് മോളെ ദാമ്പത്യത്തിന്റെ വിജയം, ജീവിതത്തിന്റെ വിജയം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും ഓരോ സങ്കല്പങ്ങളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും. ദാമ്പത്യത്തെക്കുറിച്ചും കാണും അങ്ങനെയുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളും. തനിക്ക് വരാൻ പോകുന്ന ഭർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും ഒക്കെ സങ്കല്പങ്ങളുണ്ടാവും. അതുപോലെ തനിക്ക് വരാൻ പോകുന്ന ഭാര്യയെക്കുറിച്ച് പുരുഷനുണ്ടാവും സങ്കല്പങ്ങൾ. എന്നാലും ഇത്തരം സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഭൂരിപക്ഷം പേർക്ക് നിറവേറ്റാൻ കഴിയില്ല. പരസ്പരം ചതിച്ച് ജീവിക്കാനേ അവർക്ക് സാധിക്കൂ. പക്ഷേ നീയും ഗൗതവും എന്താഗ്രഹിച്ചോ, എന്ത് സ്വപ്നം കണ്ടോ, അത് തന്നെ നടക്കാൻ പോന്നേ. മനസാക്ഷിയെ ചതിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും.
മെയ്ഡ് ഫോർ ഈച്ച് എന്ന് പറയാറില്ലേ, അതായിരിക്കണം നിങ്ങൾ. അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. കമ്പാരിറ്റീവ്ലി സാമ്പത്തികമായി വളരെ താഴെയാണ് ഗൗതം. പക്ഷേ സ്വഭാവ ഗുണം കൊണ്ട് കോടീശ്വരനാണ് അവൻ. എന്നേക്കാൾ പല മടങ്ങ് കോടീശ്വരൻ. മോളെ, ഗൗതമിന് വേണ്ടി എന്തും വിട്ടുകൊടുക്കാൻ നീ തയ്യാറാവണം. ഏയ്, എന്തിനാ മോള് കരയുന്നേ? നീ ആശിച്ചൊക്കെ കിട്ടാൻ പോവില്ലേ? ചിരിക്കേ. എന്റെ മോള് ചിരിക്കുന്ന കണ്ടാ മതി അച്ഛന്. ദേവേട്ടാ മതി, കൂടുതൽ പറഞ്ഞ് എന്നെയും കൂടി കരയിക്കരുത്. വാ മോളെ, നേരെ ഒരുപാടായി കിടക്കാം. യമുനെ, ഇവിടെ കുറച്ചു സമയത്ത് എന്റെ കൂടെ ഇരിക്കട്ടെ. വേണ്ട ദേവേട്ട, ഇനിയൊരുന്ന അച്ഛനും മോൾക്കും സങ്കടം കൂടുകയുള്ളൂ. വാ മോളെ. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. ഗൗതം, ഇതേപോലെ നീ അനങ്ങാതിരുന്നതുകൊണ്ടാ നിശ്ചയം നടന്നത്. ഇനിയും മിണ്ടാതിരുന്ന കല്യാണവും നടക്കും. ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനത് എപ്പോഴേ നടപ്പാക്കിയേനെ. പക്ഷേ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാനും മീരയും തമ്മിലേ നടക്കൂ. നിന്റെ വിശ്വാസം പോലെ നടന്ന സന്തോഷം തന്നെ. ഒരുപക്ഷെ അങ്ങനെ നടക്കാതെ പോയാ? ഞങ്ങളെ ഒന്നിപ്പിക്കുമെന്ന് പറഞ്ഞ നീയും ഇപ്പൊ ഇങ്ങനെയാണോ പറയുന്നത്? ഇതുവരെ നടന്നതൊക്കെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടല്ലേ? ആശയ്ക്ക് വകയുള്ള ഒന്നും ഞാൻ മുന്നിൽ കാണുന്നില്ല. അതുകൊണ്ടാ ഗൗതം, പ്രീതിയെ കല്യാണം കഴിച്ചേ പറ്റൂ എന്നൊരവസ്ഥ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് എന്തെങ്കിലും നീ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. എടാ, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. കേൾക്കണോ നിനക്ക്? പറയ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നീ പ്രീതിയെ സ്വീകരിക്കണം, അവളെ കല്യാണം കഴിക്കണം.